സുദർശന. പാലാഴിമഥനം നടത്തിയപ്പോൾ പുറത്തുവന്ന കാളകൂടവിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമശിവൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ പാർവ്വതീദേവി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ മുറുക്കിപ്പിടിക്കുകയും ശ്രീ മഹാവിഷ്ണു വിഷം പുറത്തു പോകാതെ അദ്ദേഹത്തിന്റെ വായിൽ പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ഠത്തിലുറയ്ക്കുകയും ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വരികയും ചെയ്തു. ഭഗവാന് ആപത്തൊന്നും വരാതെ പാർവ്വതീദേവി ഉറങ്ങാതെയിരുന്നു. ഈ ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി വ്രതാനുഷ്ഠാനം തലേന്ന് മുതൽ ആരംഭിക്കാം. ഈ വർഷം ശിവരാത്രിയുടെ തലേന്ന് മഹാദേവന് പ്രാധാന്യമുള്ള പ്രദോഷം വരുന്നു. തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി ശിവനാമങ്ങൾ ജപിക്കുക. കഴിയുമെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ കൂവളത്തിലകൊണ്ട് അർച്ചന, കൂവളമാല എന്നിവ നടത്തുക. ശിവരാത്രി നാളിൽ പൂർണ്ണ ഉപവാസം ഉത്തമം. അതിന് സാധിക്കാത്തവർക്ക് ഒരിക്കലെടുക്കാം. നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ്. കൂടാതെ ശിവപുരാണം പാരായണം ചെയ്യുന്നതും ശിവാഷ്ടകം പാരായണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശിവരാത്രി നാളിലെ പ്രധാന ചടങ്ങുകളാണ് ബലിയിടൽ. ഈ രീതിയിൽ നിങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചു. ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ചയാണ് നമ്മൾ ശിവരാത്രി വ്രതം അവസാനിപ്പിക്കേണ്ടത്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ തീർത്ഥം സേവിച്ച് ശിവരാത്രി വ്രതം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്.